ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം, ഗ്രാഫിക് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പഠിക്കണം. അതായത് ഗ്രാഫിക് ഡിസൈനും പഠിക്കണം, ഒരു ഗ്രാഫിക് ഡിസൈനർ ആവണം. പിന്നെ അതേപോലെ തന്നെ ക്യാഷ് കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഏൺ ചെയ്യണം എന്നുള്ളതാണ്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ. അതായത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. കാരണം നിങ്ങളിപ്പോൾ ഒരു 5 വർഷം 6 വർഷം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതിനേക്കാളും പെട്ടെന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം കിട്ടും. അവിടെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാർമാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അവരിൽ നിന്ന് എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കാൻ നോക്കുക. പക്ഷേ മെയിനായിട്ടുള്ളൊരു കാര്യം ഇതേ ഉള്ളൂ, കേരളത്തിൽ ബെസ്റ്റ് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയിട്ട് അവിടെ ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ ഫാമിലി ആരെങ്കിലുമൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്, അവരോട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒപ്പീനിയൻസും കാര്യങ്ങളും ചോദിച്ചു നോക്കുക. അവർ പറഞ്ഞു ഇത് നല്ലതാണോ അല്ല എന്നുള്ളത്. കാരണം സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. കാരണം ഇപ്പോൾ ലൈക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കഴിഞ്ഞു, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ അതിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും. 5000 റുപ്യ 6000 റുപ്യ ചുരുങ്ങിയത് കിട്ടും ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ. അങ്ങനെ 5 ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബെറ്റർ, എവിടെ പഠിച്ചു കഴിഞ്ഞാലാണ് നല്ലതെന്നുള്ളത്. നിങ്ങൾക്ക് എവിടെയാണ് ട്രസ്റ്റ് വരുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ കേരളത്തിൽ അധിക സ്ഥലത്തും ബേസിക്സ് മാത്രമേ പഠിപ്പിച്ച് തരുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പഠിപ്പിച്ച് തരുന്നില്ല. ഡെക്സ് മാക്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്സ് മാത്രമേ പഠിപ്പിച്ച് തരുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോഷോപ്പിൻ്റെ ടൂള് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരുന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ AI കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും തരുന്നില്ല അധിക ഇൻസ്റ്റിറ്റ്യൂട്ടും. അവരൊക്കെ ഈ 2011 സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും കുട്ടികൾക്ക് സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, 2024 2025 സോഫ്റ്റ്വെയർ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കണം. കാരണം ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയ സോഫ്റ്റ്വെയറിൽ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്യാഷ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുക. കാരണം ഇതിലൊരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് വരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു പോസ്റ്റർ ഡിസൈനും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബിഗിനറാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ABCD ഒന്നും അറിയില്ല. അതായത് ഫോട്ടോഷോപ്പാണ് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ ഒരു പരിപാടി നിങ്ങൾക്ക് അറിയില്ല. ഫോട്ടോഷോപ്പിൽ പോസ്റ്റർ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ABCD അറിയില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിനി അങ്ങോട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. നിങ്ങൾ അത്യാവശ്യം പ്രോ ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ടൂൾ എവിടെയാണ് വരുന്നത്, ഇതിന് ലെയേഴ്സ് എവിടെയാണ് വരുന്നത്, ഇത് എങ്ങനെയാണ് മെർജ് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോസ് അല്ല ഇത്. ഒരു ബിഗിനറാണ്, ചിലപ്പോൾ വീട്ടമ്മമാരായിരിക്കും നോക്കുന്നത്, അല്ലാതെ സ്റ്റുഡൻസുകളായിരിക്കും. കാരണം സ്റ്റുഡൻസിനൊക്കെ നല്ല ബെനിഫിറ്റ് ആയിരിക്കും. കാരണം അവർ പഠിക്കുകയാണ്, അപ്പോൾ സൈഡിലൊരു ഇൻകം കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഫോണിൽ നമുക്ക് യൂസ് ചെയ്താൽ പോരെ, ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ നല്ല റിസ്ക്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലൊരു ലാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ഫോട്ടോഷോപ്പ് കയറ്റിയാൽ മതി. അതൊരു ഓൾഡ് വേർഷൻ മീൻസ് 2017 അതെല്ലാം തന്നെ 2020 വേർഷനായി നിങ്ങൾക്ക് കയറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതെല്ലാം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2026 കയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അത് അത്യാവശ്യം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പെയ്ഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കി വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്രാക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത് നല്ലതല്ല. ഓക്കെ, വൈറസും കാര്യങ്ങളൊക്കെ വരുന്നതാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക. ഇനി അങ്ങോട്ട് സിമ്പിളായിട്ട് 1 മിനിറ്റിലൊക്കെ നല്ല രീതിയിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത്. സോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.